ഒരു 6 മാസം മുമ്പോ മറ്റൊന്നും നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ സാറിനോട് ഈ ഒരു ചോദ്യം വന്നപ്പോൾ ഡീ ഡോളറൈസേഷൻ ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പം സാർ പറയുന്നത് ഇപ്പോൾ അതിൽ മാറ്റം ഉണ്ടായിരിക്കും. അതൊരു ഇറ്റ് ഈസ് ആക്ച്വലി എ സോഫിസ്ട്രി. ഇതാരും പറയുന്നില്ല ഇതൊരു ഡീ ഡോളറൈ, പുട്ടിൻ അല്ലാതെ ആരും പറയുന്നില്ല. പുട്ടിനും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഡോളറുമായിട്ട് വിരോധമില്ല എന്ന്. അത് പറയുന്നത് ആരും അപ്പീൽ ചെയ്യത്തില്ലല്ലോ. പക്ഷേ അതേസമയം എല്ലാവരുടെയും മനസ്സിലുണ്ട് ഇവർക്ക് ഇത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ റഷ്യ കണക്കുള്ള ഒരു രാജ്യത്തിൻ്റെ അടുക്ക് അമേരിക്കയ്ക്ക് ചെയ്യാമെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ പറയുന്നത് ബാങ്കിൽ കിടക്കുന്ന പണം നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്. അത് എത്രയോ ഹൺഡ്രഡ്സ് ഓഫ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് കിടക്കുകയാണ്, അവരുണ്ടാക്കിയ അവരുടെ വരുമാനമാണ് അത്. ഇത് കാരണം എല്ലാം ഡോളറിൽ ട്രേഡ് ചെയ്യണമെന്നുള്ളത് കണ്ടു മാത്രമാണ് അമേരിക്കയിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഈ ട്രാൻസാക്ഷൻസൊക്കെ ന്യൂയോർക്ക് വഴിയാണ് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനായിട്ട് അവരവിടെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പിണങ്ങിയപ്പോൾ പറഞ്ഞു ഞങ്ങൾ പണം തരാൻ പോകുന്നില്ല എന്ന്. ഇപ്പോൾ വളരെ വ്യക്തമാണ് ആ പണം അവർ തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്ന്. അപ്പം മറ്റുള്ള രാജ്യങ്ങളും ഇത് കാണത്തല്ലേ. ഇപ്പോൾ ഇന്ത്യയുടെ ഇടയ്ക്ക് ഒരു പെരുമാറിയ എന്താണ്, വളരെ മോശപ്പെട്ട രീതിയിലല്ലേ പെരുമാറിയത്. നമ്മളുടെ ഭാഗത്ത് എന്താണ് കുറ്റം? റഷ്യയുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടെന്നുള്ളത്. അപ്പോൾ അത് നമ്മളുടെ താല്പര്യത്തിന്, നമ്മൾക്ക് റഷ്യയുമായിട്ടൊരു ബന്ധം ഉള്ളത് നമ്മളുടെ താല്പര്യത്തിനാണ്. അതിന് അവർക്ക് എന്തവകാശമാണ് അത് വേണ്ടെന്നുള്ളത്. അപ്പോൾ ആ തരത്തിലുള്ള പ്രിസ്ക്രിപ്റ്റീവ് പോളിറ്റിക്സ് വരുന്നു. അപ്പോൾ നമ്മളുടെ സ്വാതന്ത്ര്യവും നമ്മളുടെ സ്ട്രാറ്റജിക് ഓട്ടോണമിയും ഇറോഡ് ചെയ്യുന്നു. അപ്പോൾ അത് കാരണം അത് മനസ്സിലാക്കിയ വളരെ ഈ അനുഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ എണ്ണ കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് വാങ്ങാമെങ്കിൽ അത് യുക്തിപൂർവ്വം നമ്മൾ ചെയ്യേണ്ടതല്ലേ. നമ്മളുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു രാജ്യമല്ലേ. അത് പാടില്ല. എന്നിട്ട് ഏത് രീതിയിൽ വരെ ഭീഷണി പോയി. ഒരു റിമാർക്ക് ചെയ്തത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ട്രംപ് പറഞ്ഞത് മോഡി ഇത്ര വലിയ ഇതൊന്നും കാണിക്കണ്ട, ഞാൻ വിചാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എനിക്ക് നശിപ്പിക്കാൻ പറ്റും. ഒരു ബ്ലാക്ക് മെയിൽ അല്ലേ? അല്ലല്ല, ബ്ലാക്ക് മെയിൽ അല്ലേ? അത് വേണം നമ്മൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ വേണമെങ്കിൽ. പക്ഷേ ബ്ലാക്ക് മെയിൽ അല്ലേ? അപ്പം എനിക്ക് തോന്നുന്നത് നമ്മളെ ചൊടിപ്പിച്ചതിന് നമ്മൾ ഈ നഗ്ന യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മുന്നിൽ കണ്ടു തുടങ്ങി. അപ്പോൾ ഈ പഴയ പോക്കിന് അതാണ് ജെ.ഡി. വാൻസിനെ അയച്ചത്. ജെ.ഡി. വാൻസ് നമ്മുടെ മരുമകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് ഇന്ത്യക്കാരിയല്ലേ. മരുമകനാണ്. അത്തരത്തിലുള്ള ഒരു സെൻറ്റിമെൻ്റൽ ഇമോഷണലായിട്ടുള്ള ഒരു ഫീലിംഗ് വരും. ഇന്ത്യക്കാരുടെ സിവിലൈസേഷണൽ ട്രൈറ്റ് അതാണ്. റേഷ്യലായിട്ടുള്ള ഒരു ഫീലിംഗ് അല്ല, ഇത്തരത്തിലുള്ള ഒരു ഇതാണെന്ന് അത് മുതലെടുക്കാനല്ലേ വരുന്നത്. ഇതൊരു ഭീരുവിൻ്റെ പെരുമാറ്റമല്ലേ. എന്താണ് ഈ മോഡിയുമായിട്ട് നേരിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ ഒളിച്ചു കളിക്കുന്നത്? ഈ ഘട്ടത്തിൽ അയാൾക്ക് പരാധീനത വന്നിരിക്കുന്നു. അപ്പോൾ അയാൾക്ക് ഇന്ത്യയിൽ നിന്ന് എന്ത് സഹായം കിട്ടുമെന്നുള്ളത് നേടാനായിട്ട് വരികയാണ്. ഈ വീരവാദം പറഞ്ഞ വ്യക്തികൾ 3-4 മാസം മുമ്പ് പറഞ്ഞത് ഞങ്ങൾ നശിപ്പിച്ച് കളയും, നിങ്ങളെ ഇക്കോണമിയെ നശിപ്പിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നെല്ലാം പറഞ്ഞത് മോഡിയെ പരിഹസിച്ചുകൊണ്ട് സംസാരിച്ചു പല ഘട്ടങ്ങളിലും. ഇതൊക്കെ വന്നിട്ട് ഇന്ന് എവിടെ എത്തി? നമ്മുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെ. അതെ, അതാണ് വന്നത്. അപ്പോൾ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റഫറാണ്. ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പഴയ ഇതല്ലേ ഈ ഡോമിനേഷൻ, അതിന് ഉള്ള പദ്ധതികൾക്ക് ഇന്ത്യ പങ്കാളിയാണോ എന്ന്.